ഞാനിപ്പോൾ ഉള്ളത് വേദി 2 മിനി ടൗൺ ഹാളിലാണ്. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് UP വിഭാഗം മോണോ ആക്റ്റിൽ 1ാം സ്ഥാനം നേടിയ ആളാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? ഷസ പർവീൻ. ഓ, ഭയങ്കര പേരാണല്ലോ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലേ മോണോ ആക്റ്റിൽ? ഭയങ്കര ഹാപ്പിയാന്ന് തോന്നുന്നു. ഭയങ്കര ഹാപ്പിയാ. ആരാ പഠിപ്പിച്ചത്? അബിൻ മാഷ്. ഓക്കെ, ഏതാ സ്കൂള്? ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ, HSS ചന്ദ്രാപ്പിനി. മാഷ എന്താ, ഹാപ്പിയാണോ? പിന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് അവളുടെ കാര്യത്തിൽ. അവളെന്നല്ല, എൻ്റെ 3 സ്റ്റുഡൻസ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സബ് ജില്ലയിൽ നിന്ന്, അതായത് കുന്നംകുളം സബ് ജില്ലയിൽ നിന്ന് നമ്മളെ B ഗ്രേഡ് 11ാം സ്ഥാനമാക്കിയ ഒരു മോണാക്ട്. അതും ഈ മോളുടെ കൂടെ മത്സരിക്കുന്നത് തന്നെയായിരുന്നു. അതേ സബ്ജക്റ്റ് തന്നെ ഈ മോളും കളിച്ചത്. അതായത് ഇവിടെ നമുക്ക് 11ാം സ്ഥാനം B ഗ്രേഡ് ഇട്ട സാധനം അതേ സബ്ജക്റ്റ് തന്നെയാണ് ഈ കുട്ടി 1ാം സ്ഥാനം ഇവിടെ നേടുന്നത്. അപ്പം ഞാൻ വേറൊരു കുട്ടീനെ പഠിപ്പിച്ച കുട്ടി, അവൾക്ക് B ഗ്രേഡ് ആക്കിയ കുട്ടീനെ ഞങ്ങൾ അപ്പീൽ വഴി വന്നിട്ട് ഇപ്പോൾ ഇവിടെ 2ാം സ്ഥാനമായി, അവന്തിക എന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം ഓരോ സബ് ജില്ലയിലും കുട്ടികളെ നിരാശപ്പെടുത്തുന്ന കുറേ സംഭവമുണ്ട്. പക്ഷേ ഇവളുടെ കാര്യത്തിൽ 100% അതിലൊന്നും സംശയമില്ല. മാറി മറിയാണല്ലോ എല്ലാ കാര്യങ്ങളും. വളരെ സന്തോഷമാണ്. പിന്നെ ഒരു മോനുണ്ടായിരുന്നു, അവന് A ഗ്രേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു വേദി. സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ പഠിപ്പിച്ചു? അതന്നെ 3 പേരായിരുന്നു ഇപ്പം മോണാക്റ്റിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്? അതെ, അതിൻ്റെ ഒരു കുട്ടിയുടെ കാര്യമാണ്, അവന്തികയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവളുടെ കൂടെ മത്സരിച്ച് അവൾ 2ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർ മറ്റു A ഗ്രേഡ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. മോള് വേറെ എന്തൊക്കെ പ്രോഗ്രാംസിൽ പങ്കെടുത്തു? ഭരതനാട്യം ഉണ്ടായിരുന്നു, ഫോക്ക് ഡാൻസ്, സംസ്കൃതം, ഡ്രാമ, പിന്നെ മോണാക്റ്റും. അതിൽ മോണാക്റ്റിൽ ഇപ്പോൾ ഫസ്റ്റ് A ഗ്രേഡ് ഉണ്ട്. സംസ്കൃതം ഡ്രാമയിൽ ബെസ്റ്റ് ആക്ട്രസും കിട്ടി. ഓ, അത് കിട്ടിയില്ലേ? അതുകൂടാണ്ട് സെക്കൻഡ് A ഗ്രേഡ് ഉണ്ട് സംസ്കൃതം ഡ്രാമ. പിന്നെ ഫോക്ക് ഡാൻസ് ആയിരുന്നു, ഫോക്ക് ഡാൻസ് A ഗ്രേഡ് ഉണ്ട്. ഭരതനാട്യത്തിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല. അതും കൂടി കേട്ടിട്ട് വേണമല്ലോ എല്ലാം കൂടി ഒന്ന് ആഘോഷിക്കാൻ. പാരൻസ് എത്തിയിട്ടില്ലേ? അവരെന്താ പറഞ്ഞേ? അവർ നല്ല ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണല്ലേ? ഇനി നമുക്ക് ആ ഒരു മോണാക്ട് ഒന്ന് കണ്ടാലോ? ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഒന്നും കൂടി ചെയ്യാൻ വല്ല കുഴപ്പമുണ്ടോ? വാല്യൂ ഉള്ള മോണാക്റ്റാണ്. അതായത് ജോയിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. വേസ്റ്റ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആ മോണാക്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റുകൾ നമ്മൾ പല രീതിയിലും തള്ളുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ജോയിയുടെ ലൈഫിലൂടെ നമ്മൾ ഒരു കഥ പറയുന്നതാണ് ഈ സബ്ജക്റ്റ്. അത് അത്രയും വാല്യൂ ഉള്ള ഒരു സാധനമാണ്. അത് നാളെ പിടിച്ചു ഇത് പഠിപ്പിക്കാൻ? ഇത് ഏകദേശം ഒരു 3 മാസം. അപ്പോൾ അതിൻ്റെ ചില കാര്യം പറഞ്ഞത്, നമുക്ക് കുന്നംകുളം സബ് ജില്ലയിൽ അതേ സാധനത്തിന് അത്രയും വാല്യൂ ഉള്ള സാധനം ഇവിടെ തള്ളിക്കളഞ്ഞിട്ട് 11ാം സ്ഥാനം B ഗ്രേഡ്. അത് അവർക്ക് കുട്ടിയോടുള്ള എതിർപ്പൊന്നല്ല, അവരുടെ അറിവില്ലായ്മയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അതേ സാധനം തന്നെ ഇപ്പോൾ ജില്ലയിൽ 1ാം സ്ഥാനം വരികയാണേ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പറയുന്നത്. ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ട് കുറേയൊക്കെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്? അവളെ ഗംഭീരമാണ്, അതൊന്നും പറയാനില്ല. ഒക്കെ ദൈവം കനിഞ്ഞു കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇതേ വരുന്നു വളരെ ഇങ്ങോട്ട് വന്നേ. ഇത് അനിയത്തിമാരാണ്. ഓടിവാ കുഞ്ഞുങ്ങൾ കണ്ട. ഹലോ, എന്താ പേര്? അനിയത്തിമാരാണ്. ഇവള് കളിക്കുന്നതൊക്കെ ഇവരിങ്ങനെ കളിക്കുന്ന ഒരു കണ്ടോ? ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടോ? ഇഷ്ടായോ? എന്താ തോന്നിയേ? ചേച്ചിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, സന്തോഷായോ? ഹാപ്പി ആയോ? കൈയടിച്ചോ അവിടെ ഇരുന്നിട്ട്? കൈയടിച്ചോ? ഹാപ്പി ആണല്ലേ രണ്ടുപേരും? വളർന്നു വരുമ്പോ അനിയത്തിമാരെയും പഠിപ്പിക്കുമോ മോണാക്ട്? ഇവളിപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ട്, ഞാൻ ഇവളെ ഫോക്ക് ഡാൻസും മോണാക്റ്റും പഠിപ്പിച്ചിട്ട് ഇവള് KGയിലാണ്. അപ്പോൾ ഇവള് KGന്റെ യൂത്ത് ഫെസ്റ്റിവലിൽ കയറിയിട്ട് ഇവൾക്ക് മോണാക്റ്റും ഫോക്ക് ഡാൻസും ഫസ്റ്റ് ആയിരുന്നു. ആണോ? ചേച്ചി പഠിപ്പിച്ചോ? മോണാക്ട് പഠിപ്പിച്ചോ? ഫോക്ക് ഡാൻസ് ചെയ്തോ? എന്താ പറഞ്ഞേ? അതത്രയും ക്യൂട്ടാണ്. കാരണം എന്താ വെച്ചാൽ റിസൾട്ടിനെ കുറിച്ചിട്ട് പോലും അവർക്കൊരു ബോധം വന്നിട്ടില്ല. 5ാം ക്ലാസ് വരെയായിട്ടുള്ളൂ. 3 കൊല്ലമായി ഞാൻ ഇവളെ പഠിപ്പിക്കുന്നത്. 2ാം ക്ലാസ് മുതലാണ് അല്ലേ? 2ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. 3ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നത്. അവർക്കിതെന്താ റിസൾട്ടിൻ്റെ ആ ഒരു വാല്യൂ എന്താണെന്ന് അറിയാത്ത ഒരു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതാണ് ആ നിഷ്കളങ്കത മനസ്സിനെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു യുവതലമുറയായിട്ട് മാറട്ടെ, കലാപ്രതിഭകളായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മോണാക്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാൻ പറ്റില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. നമസ്കാരം. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വാക്കുകളാണിത്. 2024 ജൂലൈ 15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ ദുർഗന്ധം വമിച്ച് മരവിച്ച് കിടക്കുന്ന
3 ജോയ് എന്ന പാവത്താൻ്റെ ശവശരീരം ഏകാഭിനയം കാക്ക പറഞ്ഞ കഥ. കാ കാ കാ. നിങ്ങൾ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന ഞാൻ ചോദിക്കുന്നു, ജോയ് എന്ന ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി ആരാകും? പഴയ ആക്രി, കുപ്പി, പേപ്പർ, പ്ലാസ്റ്റിക് പേപ്പർ കൊടുക്കാനുണ്ടോ? എടാ ജോയേ, ഇങ്ങോട്ട് വന്നേടാ. ഞാനേ കുറച്ച് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ കരാറെടുത്തിട്ടുണ്ട്. നീ എൻ്റെ പന്നിക്കൂലേ? എൻ്റെ പൊന്നു ഒക്കച്ചാ, എന്ത് പണി വേണേലും ഞാൻ ചെയ്യാം. എനിക്കും എൻ്റെ അമ്മച്ചിക്കും പട്ടിണില്ലാണ്ട് ജീവിച്ചാ മതി. കാ കാ ഈ ജോയ് അങ്ങനെ നമ്മുടെ വകുപ്പിലെ ശുചീകരണ തൊഴിലാളിയായിട്ട് ജോയിൻ ചെയ്തു ട്ടാ. കാ കാ. അടിപൊളി സൂപ്പർ. എത്ര ക്യാരക്ടേഴ്സ് ചെയ്തു ഇതിൽ മോണാക്ടിൽ? ജോയിൻ്റെ ഒപ്പം ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണ JCB ഒക്കെ ഓടിക്കുന്ന ഒരാളുണ്ട്, വക്കച്ചൻ. പിന്നെ ജോയുടെ അമ്മ, പിന്നെ കാക്ക, പിന്നെ വരുന്നത് ഇറച്ചി വെട്ടുകാരൻ, പിന്നെ വേസ്റ്റ് എറിയുന്ന ഒരാൾ. എൻ്റെ ദൈവമേ, എല്ലാവരുടെയും ആ ഒരു സ്ലാങ് വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞത്. എന്തരപ്പി നീ പേടിക്കണത്? ഈ പോത്തിന്റെ വണ്ടേം കൊടുലൊക്കെ ആ മല തോട്ടിക്കൊണ്ടുപോയി തള്ളു. എന്തരിയാക്കണത്? എന്തൊരു തള്ളേ, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. ആ മഴഞ്ചാൻ തോടും നിങ്ങളും CCTV നിരീക്ഷണത്തിലാണെന്ന. എന്തരി CCTVയാ? അത് നമ്മുടെ കേരളത്തിലാ. അന്ന് ഇറച്ചി വേസ്റ്റ് ഇവിടെ തന്നെ കിടക്കപ്പെട്ട ആരം. എല്ലാ ജില്ലക്കാരെയും പ്രതിനിധീകരിച്ച ഒരു മോണാക്ട് ചെയ്തേക്കണേ അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും ഇതോടുകൂടി UP സെക്ഷൻ വരെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ ഇല്ല UP. അപ്പോൾ പിന്നെ ആശംസകൾ നേരെയാണ്. ഇനി ഭാവിയുള്ള എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഓക്കെ ഓക്കെ സർ, പ്ലീസ് കം. പ്രിൻസിപ്പളാണ്. ഓക്കെ ഓക്കെ. എന്താ പറയാനുള്ളത്? മോളിപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയേക്കാണ്. ഷസക്കുട്ടി ഞങ്ങളൊരു മിടുക്കി കുട്ടിയാണ്. വൈവിധ്യപൂർണ്ണമായ കഴിവുകളെല്ലാം ഒത്തൊരുമിച്ചുള്ളൊരു മിടുക്കിനുള്ളു. വളരെ സ്മാർട്ടാണ്. LP തലത്തിൽ നമ്മുടെ സ്കൂളിൽ തന്നെയായിരുന്നു. അവിടെയും മികവുറ്റ സ്ഥാനങ്ങളൊക്കെ നേടി ഭരതനാട്യവും മോണാക്റ്റും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ഡാൻസും ഒക്കെ അവതരിപ്പിച്ച നല്ല ഡാൻസറാണ്. 7-ലല്ലേ? 5-ലാണ്. ഓക്കെ, 5ാം ക്ലാസ്സിലാണ്. ഇനി ഹൈസ്കൂൾ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് സ്റ്റേറ്റിലേക്ക്. തീർച്ചയായും നമ്മുടെ സ്കൂളിൽ നിരവധിയായ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ എല്ലാ വർഷം പോകുന്ന ഒരു വിദ്യാലയമാണ് ചന്ദാവിന്യാസ സെക്കൻഡറി സ്കൂള്. അപ്പോൾ ഞങ്ങളുടെ ഒരു വളർന്നു വരുന്ന ഒരു കൊച്ചു താരാണ് പ്രിയപ്പെട്ട ഷസക്കുട്ടി, ഷസ പർവീൻ. സന്തോഷം അല്ലേ? വളരെ സന്തോഷം. സ്കൂളിൽ വളരെ സന്തോഷം. അപ്പോൾ DC-യോടെ സന്തോഷം പറയാം. നിങ്ങളെ പോലുള്ള എല്ലാവരും ഇങ്ങനത്തെ കഴിവുള്ള കുട്ടികളെ ഇങ്ങനെ പ്രഗത്ഭയിൽ എത്തിക്കുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. അച്ഛനും അമ്മേനെയും അതുപോലെ തന്നെ ഉമ്മേനെ പറ്റിയും പറയണം. അവരെപ്പോഴും കൂടെ ഉണ്ട്. അവരത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും കൂടെ അവർ കൂടെ ഉണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്, വലിയ കാര്യമാണ്. അപ്പം എന്തായാലും സന്തോഷം ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടതിൽ. എന്താ ഓക്കെ. സാറിൻ്റെ പേര്? ഗിന്നസ് അത്താറാദൂര്. മിനിയേച്ചർ പുസ്തകങ്ങൾ എഴുതി ഗിന്നസ്. ഓക്കെ, ഞാൻ കണ്ടില്ല. ഓക്കെ. അപ്പം എന്തായാലും ഈ ഒരു വേദിയിൽ ഇങ്ങനൊരു കാര്യവും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതെ. ആ, അതെ.